അപ്പോൾ നമ്മൾ സ്കൈ സീരീസ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടുള്ള സ്കൈ, ക്ലൗഡ്സ് ഉള്ള സ്കൈ, അതേപോലെ മിക്സ്ഡ് കളർ സ്കൈ, ഓൾമോസ്റ്റ് ഒരു സൺസെറ്റ് പോലെയുള്ളതും നൈറ്റ് സ്കൈയും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൾമോസ്റ്റ് ഇപ്പോൾ ഇതാണ് ഒരു മേജർ വെറൈറ്റീസ് ഓഫ് സ്കൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബേസിക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഏത് ടൈപ്പ് സ്കൈ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം ഈ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട്. ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സിലൗട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി സിലൗട്ട് ബേർഡ്സിന്, അതായത് ഇങ്ങനെ പറക്കുന്ന കിളികളെയും കുറച്ച് അടുത്തുള്ള കിളികളെയും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബേസിക്സ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഓൾറെഡി അപ്ലോഡഡ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടാൽ നന്നായിരിക്കും. അപ്പം ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള പെയിൻറ്റിംഗ് അല്ല, ഇതിനകത്ത് വൈറ്റ് ഹൈലൈറ്റ്സും കൂടി കൊടുക്കാനുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് സിലൗട്ട് ചെയ്ത് വെക്കുകയാണ്. കംപ്ലീറ്റഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സിലൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഗ്രൗണ്ട് വരയ്ക്കുകയാണ്. നോർമലി നമ്മൾ സിലൗട്ട്സ് ബ്ലാക്കിലാണ് ചെയ്യുക. അപ്പോൾ ഇത് സൺസെറ്റും കൂടി അതിനെക്കൊണ്ട് ലൈറ്റ് അപ്പുറത്തെ സൈഡിലായതിനെക്കൊണ്ട് എന്തായാലും ഒബ്ജക്റ്റുകൾ ഡാർക്ക് കളറായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഗ്രൗണ്ട് നിങ്ങൾ ഫ്ലാറ്റ് സ്മൂത്താക്കി വരയ്ക്കണേ അങ്ങനെ വരയ്ക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് മൗണ്ടെയിനൊക്കെ ഉള്ള പോലെ അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള പോലെയാണ് വരയ്ക്കുന്നത്. കുറച്ച് വേവി ആയിട്ടാണ് വരയ്ക്കുന്നത്. എന്നുവെച്ചാൽ ദൂരം നിന്ന് നോക്കുമ്പം ഒരു കുന്നിൻ്റെ ഇതിൽ എന്നുള്ള രീതിക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് മരത്തിനെ വരയ്ക്കുന്നത്. അപ്പോൾ മരത്തിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ അടുത്ത ട്രീ വരച്ചതിൽ മരത്തിൻ്റെ വുഡൻ പാർട്ട് കാണുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ലീവ്സ് ഉള്ള പോലെ. അപ്പം നമ്മൾ ദൂരത്ത് നോക്കുമ്പോൾ ഈ ലീവ്സ് കുറച്ച് ഇങ്ങനെ കൂട്ടത്തോടെയല്ലേ നിൽക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് സെൻറ്ററിലൊക്കെ ഓൾമോസ്റ്റ് ബ്ലാക്ക് വന്നിട്ട് ടുവേർഡ്സ് ദ എൻഡ് കുറച്ച് വിട്ടിട്ട് ഇങ്ങനെ കുറച്ചൊരു സ്പേസ് അല്ലെങ്കിൽ ആ ലൈറ്റ് പാസ്സാവുന്ന പോലെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇഫക്റ്റ് ഉണ്ടാവും. അതായത് നമുക്ക് ആ ബാക്കിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ലൈറ്റ് ഈ ട്രീസിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന രീതിക്ക് വരയ്ക്കുക. അതായത് അറ്റത്തേക്ക് മാത്രം, നടുവിലൊക്കെ ഓൾമോസ്റ്റ് ഫില്ലായിട്ട് ബ്ലാക്ക് കൊണ്ട് ഫില്ലായ രീതിക്ക് വരയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ അടുത്ത് കുറച്ചും കൂടി ചെറിയ ട്രീസൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഷ്രബ്സ് പോലെയൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇന്നർ പാർട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് വരയ്ക്കുക. എന്നിട്ട് അറ്റത്തോട്ട് മാത്രമാണ് നമ്മൾ കുറച്ച് വിട്ടും ഫ്രീ ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. കാരണം ലീവ്സ് അല്ലേ, നമ്മൾ ഒരു ഡിഫൈൻഡ് ആയിട്ട് ഇങ്ങനെ ഇന്ന ഷേപ്പിൽ നിൽക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുറച്ചെല്ലാം ചിലപ്പോൾ ഇങ്ങോട്ട് നിൽക്കുന്നുണ്ടാവും, കുറച്ചെല്ലാം അങ്ങോട്ട് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ രീതിക്ക് കുറച്ച് വിട്ട് വരച്ചാൽ മതി അറ്റത്തേക്ക്. പക്ഷേ ഉള്ളിൽ ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തിട്ട് തന്നെ വരയ്ക്കുക. ഇത് സിലൗട്ടിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. അതായത് നമ്മൾ ദൂരത്ത് നിന്ന് നോക്കുമ്പോഴുള്ള ഒരു ഇഫക്റ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം ബാക്കി ട്രീസൊക്കെ ഇതേ ലോജിക്കിൽ തന്നെ നിങ്ങൾക്ക് ബാക്കിയും വരയ്ക്കാം. നമ്മൾ നോർമൽ ട്രീസ് അല്ലേ, നിങ്ങൾക്ക് മരം വുഡൻ പാർട്ട് കാണുന്ന സ്ഥലത്ത് വുഡൻ പാർട്ട് കാണിച്ചുകൊണ്ട് വരയ്ക്കാം. അല്ലാത്തടത്തിൽ ഇപ്പം ഭയങ്കര ഷ്രബ്സ് അല്ലെങ്കിൽ ഭയങ്കര ബുഷിയായിട്ടുള്ള ഏരിയയിൽ വുഡൻ പാർട്ട് കാണില്ല, സിലൗട്ടിൽ കാണില്ല. അല്ലാത്തതിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അടുത്ത് നിന്നല്ല, അപ്പോൾ അതിന് കളർ വരും. അത് വേറെ കോൺസെപ്റ്റാണ്, ഇത് വേറെയാണ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ കുറച്ച് ലീവ്സും ഇതൊക്കെ അവിടെയും ഇവിടേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ദൂരം നിന്നുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ. ഇനി ഇത് നിങ്ങളിങ്ങനെ അപ്സ് ആൻഡ് ഡൗൺ പോലെ വരയ്ക്കണമെന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേ ലെവലിൽ ഫുൾ ഷ്രബ്സ് വന്ന പോലെ വരയ്ക്കാം. അപ്പോൾ അതിന് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെൻസിൽ ബ്രഷ് പോലത്തെ ബ്രഷുകൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച് യൂസ് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ ഷ്രബ്സിൻ്റെ ഇഫക്റ്റ് വരും. അപ്പം വാട്ടർ കളർ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ഓൾറെഡി അറിയാൻ മതിയാവും ഈ സ്പോഞ്ചൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഓരോ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്രിലിക്കിൽ ഞാൻ അത് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ സോഫാർ ബ്രഷ് കൊണ്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മൗണ്ടെയിൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ഇത് ഭയങ്കര എളുപ്പത്തിൽ എങ്ങനെയാണ് വരയ്ക്കുന്നതല്ല കേട്ടോ. ഇതിനധികം ഡീറ്റെയിൽസും അങ്ങനെയൊന്നുമില്ല. ഇത് നമ്മൾ ബ്ലാക്ക് തന്നെ സിലൗട്ട് പോലെ തന്നെയാണ് വരയ്ക്കുന്നത്. അപ്പം മൗണ്ടെയിൻ നമ്മൾ പണ്ട് വരയ്ക്കുമ്പം എനിക്ക് തോന്നുന്നു എല്ലാ മലയും ഒരേപോലെ ഇങ്ങനെ പോലെ വരച്ചിരിക്കുന്നൊരു ടൈം ഉണ്ടായിരുന്നു. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ വരച്ചത്. പക്ഷേ ആക്ച്വലി നമ്മളെ മൗണ്ടെയിനുകൾ അങ്ങനെയല്ല. നമ്മളെ മൗണ്ടെയിനുകൾ പല സൈസിലാണ്. അപ്പം പല സൈസിലാണ്, പക്ഷേ ഈ തിരിച്ചിട്ട വി പോലെയാണ് ഉണ്ടാവുക. അപ്പം അത് ഒരുപാട് ഷാർപ്പാക്കണ്ട, കുറച്ചും കൂടി അടിച്ച് പരത്തിയ വി പോലെ വരച്ചാൽ മതി. അപ്പോൾ ആ വി വരയ്ക്കുമ്പോൾ എല്ലാ വികളും ഒരേപോലെ വേണ്ട, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരയ്ക്കും. അപ്പോൾ ഡിഫറെൻറ്റ് ഹൈറ്റ്സിൽ വരയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി കാണാൻ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു വീനെ തലതിരിച്ചിട്ടിട്ട് അടിച്ച് പരത്തിയ പോലെയാണ് നമ്മൾ മൗണ്ടെയിൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇതിനകത്തിപ്പം ഫസ്റ്റ് ഒരു മൗണ്ടെയിൻ്റെ പകുതി, പിന്നെ ഒരു ഫുൾ മൗണ്ടെയിൻ, പിന്നെ ഒരു ഫുൾ മൗണ്ടെയിൻ, പിന്നെ ഒരു ഫുൾ മൗണ്ടെയിൻ്റെ പകുതി, പിന്നെ ഒരു മൗണ്ടെയിൻ്റെ പകുതി. അപ്പോൾ ഇങ്ങനെ 4
4 എണ്ണത്തിൽ 2 ത്തിൻ്റെ പകുതിയാണുള്ളത്. അപ്പം ഇതിനകത്ത് ഞാൻ ലൈറ്റ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വീഴുന്നത്. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് വെച്ചിട്ട് ഡീറ്റെയിൽ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മൗണ്ടെയിൻ അല്ലെങ്കിൽ ഏതൊരു ഒബ്ജക്റ്റിനും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്ന് നോക്കുക, എന്നിട്ട് അതിന് കൊടുക്കുക. നോർമലി ചില്ലൗട്ട്സ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലാക്ക് തന്നെ ചെയ്തിട്ട് നിർത്താം. ഇത് ഞാൻ കുറച്ചും കൂടി ഒരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് കൊടുത്തു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ പൈൻ ട്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പൈൻ ട്രീസിൻ്റെ ഷേപ്പ് ട്രയാങ്കിൾ പോലെ, നീളമുള്ള ട്രയാങ്കിൾ പോലെ. അപ്പോൾ ഓൾമോസ്റ്റ് നീളമുള്ള ട്രയാങ്കിളിനകത്ത് നടുവൊക്കെ ഫില്ല് ചെയ്യുക. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റത്തേക്ക് കുറച്ച് ഇങ്ങനെ വിട്ട് വരയ്ക്കാം. അങ്ങനെയാണ് നമ്മൾ ബേസിക്കലി പൈൻ ട്രീസ് വരയ്ക്കുന്നത്. പൈൻ ട്രീസിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ചെയ്യാം. ഇത് ഞാൻ ജസ്റ്റ് സിലൗട്ട് പോലെ, എന്താ പറയുക, ഇതിനധികം എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. നമുക്ക് നീളമുള്ള ട്രയാങ്കിളിനകത്ത് ജസ്റ്റ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ഡെപ്ത് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ മൗണ്ടെയിൻ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് വീഴുന്നത് എന്നുള്ള രീതിക്ക് മഞ്ഞ് പോലെ കൺസിഡർ ചെയ്യാം. അങ്ങനെ അല്ലാണ്ട് വെറുതെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് വൈറ്റ് കൊണ്ട് ഒരു സൈഡിൽ നിന്ന് വീഴുന്ന പോലെ ഈ പൈൻ ട്രീസിൻ്റെ മുകളിലും ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായില്ലേ? അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കുറച്ച് പേര് ട്രൈ ചെയ്തൊക്കെ അയച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ നിങ്ങൾ അടിപൊളിയായി വരയ്ക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആയിരുന്നു എന്ന് അറിയുന്നതിൽ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഇതുപോലത്തെ കൂടുതൽ എലിമെൻറ്റ്സും കാര്യങ്ങളും, മൗണ്ടെയിൻസും സീയും അങ്ങനത്തെ വേവും ഒക്കെ ഒരുപാട് അങ്ങനത്തെ എലിമെൻറ്റുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ എലിമെൻറ്റ്സും ചെയ്തുകൊണ്ട് ഞാൻ ഇനി ഓരോ വീഡിയോസിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.